നമ്മളെ തീർക്കാനാരാണ്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കൃത്യം 10:27 ലൈറ്റ് ഓഫ് ചെയ്തൊരു വണ്ടി വന്ന് ബ്രേക്ക് കെട്ടി അവിടെ നിർത്തി കറണ്ട് പോയേക്കാണ്. അപ്പം ഒരു വണ്ടി വരുന്നതിന് 2 സെക്കൻഡ് വരെ കറണ്ട് പോയി. കറണ്ട് വിളിച്ച് പറഞ്ഞു വന്ന പോലെ അത് ഫോൺ സംസാരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ പെരുന്നിട്ട് ഇന്ന് ഊരിവിടാം. അതുപോലെ തന്നെ 10:31 വണ്ടി തിരിച്ച് വിടുന്ന് സ്റ്റാർട്ടായി. അങ്ങോട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്താൽ പോകാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഒരു വണ്ടി പാസ്സായി. അതായത് ഈ ഗ്ലാസ് തുറന്നുമ്പോൾ പാസ്സാകുന്നു, അങ്ങോട്ട് മാറുന്നു, കറണ്ട് വരുന്നു. അപ്പോൾ എന്തോ അതിന് ഭയങ്കരമായിട്ട് 100% അതിനകത്ത് എന്തൊരു അറിയില്ല. നോക്കാം. ഹലോ ഗൈസ്, ഒരു എമർജൻസി വീഡിയോ ആണേ. കാരണം നമുക്കിട്ട് എപ്പോഴാണ് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി എത്രയായിരുന്നു കൂട്ടാ? 10:40 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10:28 ആയപ്പോൾ ഇവിടെ 10:28 കൃത്യമായപ്പോൾ കറണ്ട് പോയി. 10:28 10:27 ആണെന്ന് തോന്നുന്നു, കൃത്യം ഓർക്കുന്നില്ല. ആ സമയത്ത് 10:28 ആ സമയത്താണ് 27 കറണ്ട് അങ്ങ് പോയി. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഇതിലൊരു വണ്ടി അങ്ങ് പാസ് ചെയ്തു. വണ്ടി പാസ് ചെയ്ത് എനിക്ക് ഡൗട്ട് അടിച്ചു. കാരണം ഇവൻ്റെ കയ്യിലൊരു ഇത് കൂട്ടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. ഇവനിത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ റെഡ് ലൈറ്റ് തെളിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചില്ലയിലടിച്ചിട്ട് ഇതിൻ്റെ റെഡാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റെഡ് ആണെന്ന് എൻ്റെ മനസ്സിൽ ഓർത്ത് എനിക്ക് റെഡാണോ അതോ വണ്ടി കടന്നു പോയതാണെന്നൊരു സംശയം. ഞാൻ പെട്ടെന്ന് കട്ടർ മാറ്റി നോക്കിയപ്പോഴത്തേക്കും അത് അവിടെ അങ്ങ് സ്റ്റോപ്പായി പെട്ടെന്ന്. അതായത് നമ്മുടെ ഈ കറക്റ്റ് വാതിക്കൽ വന്ന് സ്റ്റോപ്പായി, കറണ്ടില്ല. അപ്പോൾ എനിക്ക് ഓർത്ത് ഞാൻ കൊച്ചിനോട് ചോദിച്ചാൽ നിൻ്റെ വണ്ടിയുടെ ലൈറ്റ് നീ തെളിച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൈ ഇരിക്കുമ്പോൾ ഓഫായിട്ടിരിക്കുക ഞാൻ കാണും. ഇവൻ ഓഫാക്കിയതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഡൗട്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുമുണ്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഒരു 10:31 സമയം കറണ്ട് വന്നില്ല. അന്നേരം കറണ്ട് വരുന്നതിന് തൊട്ട് പിന്നെ ഒരു വണ്ടി അങ്ങ് പാസ് ചെയ്തു. പെട്ടെന്ന് വണ്ടിയാണല്ലോ എന്നുണ്ടെങ്കിൽ കട്ടം മാറ്റി നോക്കുമ്പോൾ ഒരു സ്കൂട്ടിയാണ്. ആള് വ്യക്തമായില്ല, നമ്പർ വ്യക്തമായില്ല, ഇരുട്ടല്ലേ, സ്കൂട്ടിയാണ് പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ആ സ്കൂട്ടി അങ്ങോട്ട് മാറി കറണ്ട് വരികയാണ് ഒരുമിച്ച്. ഒരു സംശയം. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ മനുഷ്യൻ നമ്മളെ എന്തെങ്കിലും നാറ്റിക്കാനോ എന്താ പറയുക, ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തയില്ലാതെ കാണിക്കാൻ വേണ്ടി മനുഷ്യൻ പല പരിപാടിയും കാണിക്കും. അതുകൊണ്ട് തെണ്ടിത്തരം കാണിക്കും. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറ്റത്തരമായിട്ട് ഇറങ്ങിയതാണോ എന്ന് അറിയത്തില്ല. എന്ത് ചെറ്റത്തരം കാണിക്കും. കള്ള അഞ്ചാവോ എന്തൊരു സാധനം കൊണ്ട് നമ്മുടെ വണ്ടികളോ എവിടെയെങ്കിലും പുറകിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തന്തയില്ലാതെ കാണിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. ഞാനും കൊച്ചിനും കൂടി ഇപ്പോൾ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങി പുറത്ത് പോയി നോക്കി. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഈ രാത്രിയിലൊന്നും കാണാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പല തന്തയ്ക്ക് വർക്കായി ആൾക്കാർ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം നമുക്ക് നാളെ ചിലപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോലുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അതിന് മുമ്പായിരിക്കും നമുക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ചിലപ്പം ഒരു ചാൻസ് പറഞ്ഞതാണ്. ഒരു കള്ളത്തരം ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് കള്ളത്തരം ഫീൽ ചെയ്തു. ആ വണ്ടി അവിടെ വന്ന് അവിടെ കറക്റ്റ് നമ്മുടെ ഈ കോൺക്രീറ്റ് ഇട്ട് ഇറങ്ങുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വണ്ടി സ്റ്റോപ്പായി. അതായത് വണ്ടി ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ എത്താൻ കൃത്യം ആണ്ട് ഫോൺ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ഫ്യൂസ് പെരുന്നോട്ടിൽ ഊരാൻ പറ്റും. അത് നമുക്ക് അറിയാം. ഫ്യൂസ് പെരുന്നോട്ടിൽ ഊരുന്നതുകൊണ്ട് നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സിറ്റി കിടന്ന് കളിച്ചുകൊണ്ട് നമുക്കറിയാം. അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യം അവിടെ വീടിൻ്റെ എത്തുന്നു, ഊരുന്നു, കറക്റ്റ് വണ്ടി വരുന്നു. ഇവിടുന്ന് വണ്ടി പാസ്സാകുമ്പോൾ കറക്റ്റ് കറണ്ട് വരുന്നു. അപ്പോൾ കറക്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടി പോലെ എനിക്ക് തോന്നി. പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഊടായ്പുണ്ട് ഉറപ്പായിട്ടും അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാമെന്നുള്ളൂ. കാരണം ഫോൺ ചെയ്ത് കൃത്യം ഫോണിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ ആരാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ സ്കൂട്ടി പാസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ വീട്ടിലോട്ട് CCTV അടുത്ത പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ 10:30 ആ സമയങ്ങളിൽ പാസ് ചെയ്തിരിക്കുന്ന സ്കൂട്ടിയുടെ വിഷ്വൽസ് എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. നാളെ നമ്മളില്ലെങ്കിലേ, കാരണം ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും നമ്മളെ വന്നിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ഈ പ്രദേശമൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ പുറത്ത് നമ്മളൊരു CCTV വെച്ചിട്ടുണ്ട്. പക്ഷേ കറണ്ട് പോയാൽ അവർക്കറിയാമല്ലോ, കറണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ള ചിന്താഗതി ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഞാനിവരോടെ കിടക്കുമായിരുന്നു, അന്നേരപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടു. നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മൾ ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ പരിപാടികളൊക്കെ തരും. ആൾക്കാർക്ക് സഹിക്കില്ല. അവരെങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ മനുഷ്യനെ ഇല്ലാതാക്കാനോ ശ്രമിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി എന്ത് തെണ്ടിത്തരം കാണിക്കും. ഫാൻ കിടക്കുന്നുണ്ട്, സൗണ്ട് ഭയങ്കരമായിരിക്കും കേട്ടോ. വണ്ടി പിന്നെ വന്നോ?
ആ വണ്ടി അവിടെ സ്റ്റോപ്പായി. കൊച്ചു കണ്ടോ? കൊച്ചു കണ്ടില്ല. ഫോണിൽ നോക്കിയാണോ? ആ എനിക്ക് അന്നേരം ഞാൻ കൃത്യം അന്നേരം ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിനെയും കൂടെ ഒരു ഇതില്ല നാളെ പോർട്രേറ്റ് റിലീസാകുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുകൊണ്ട് ഫോൺ എടുത്ത് ജസ്റ്റ് അന്നേരം ഇതാക്കാനും സമയം കിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നുണ്ട് ഇവൻ്റെ വണ്ടി ഈ വണ്ടി ഇവൻ്റെ കയ്യിലിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റ് ചുമലിൽ തെളിഞ്ഞതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരമൊക്കെ നോക്കിയിട്ട് മനസ്സിലായില്ല. അത് ബ്ലൂ ഇത് പെട്ടെന്ന് ഇരുട്ടത്ത്, അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ഇത് തന്നെയാണെങ്കിൽ ഈ ഗ്ലാസ്സിലെല്ലാം അടിച്ചിട്ട് അങ്ങനെ വല്ല ഫീൽ ആയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒരു വണ്ടി വന്ന് ബ്രേക്ക് ഔട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ കറക്റ്റ് അതായിരുന്നു. വണ്ടി അവിടെ ഞാനിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ടൊന്നും പിന്നെ അവിടെ നിന്ന് ഒരു വെട്ടവും കാണുന്നില്ല. അപ്പോൾ അതായത് കൃത്യം സ്പോട്ടിൽ വന്ന് ഓഫായി ഒരു 3 മിനിറ്റ് എടുത്തു. അന്നേരം എന്തായാലും താഴോട്ട് പോകാനോ വീടുകളൊന്നും അങ്ങനെ ഇല്ല, വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. നടന്നു എന്തോ കള്ളത്തരമുണ്ട്, എന്തോ ഉടായിപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യം ആ വണ്ടി അവിടെ നിന്ന് കടക്കി കറണ്ട് വരുമോ എന്ന് വെച്ചാൽ ആ വണ്ടി സ്റ്റാർട്ടാകുന്ന നമുക്കറിയാമല്ലോ, തിരിച്ചു പോകണേ തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. സ്റ്റാർട്ടായി ഊന്നുരുള്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ബാഗിലെ ലൈറ്റ് കണ്ടു, സ്കൂട്ടിയാണെന്ന് മനസ്സിലായി. ആളെ നമുക്ക് മനസ്സിലായില്ല, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, ഇരുട്ട. ഇവിടെ അവിടെ കടക്ക് 2 സെക്കൻഡിനുള്ളിൽ കറണ്ട് വന്നു. അതായത് ഫോൺ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഫ്യൂസ് കുത്തിക്കോ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ എന്തോ ഉടായപ്പോൾ നല്ലപോലെ മണത്തു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കരുതൽ അതിനു വേണ്ടി മാത്രം. കാരണം നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എന്തെങ്കിലും നമ്മുടെ ന്യൂനതകളെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടൊക്കെ പലരും ശ്രമിക്കും. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുകയാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഒരു മനുഷ്യന്മാർ കുറച്ച് പേരുടെ നാട്ടിലാണ് നമ്മൾ. എല്ലാ നാട്ടിലും കാണും കേട്ടോ. നമ്മൾ നല്ലതായിട്ട് വരുന്നതോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുകയില്ല, സഹിക്കുകയില്ല. അപ്പോൾ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പരിപാടികൾ, പിന്നെ പൈസ കൊടുക്കുന്നത്, അതൊക്കെ കണ്ടില്ലേ. അപ്പം കിടക്കോൾ കണ്ടടിക്കുന്ന സൗണ്ടാണ്, കുറച്ച് കേട്ട് പേടിച്ചു. അപ്പോൾ പൈസ കൊടുക്കുന്നത്, ഇപ്പോൾ നാളെ ഇവിടെ കൊണ്ട് എന്തെങ്കിലും വെച്ചിട്ട് മാർക്ക് തള്ളിവിടാനും എളുപ്പമാണല്ലോ. ഒരു പോലീസുകാരെയോ അല്ലെങ്കിൽ എക്സൈസുകാരോ ആരും തള്ളിവിട്ടിട്ട് അവനെ നാളെ ഇതാ പരിപാടി, അങ്ങനെ അതുകൊണ്ടുണ്ടാക്കുന്ന പൈസയാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ പറയാനായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാനും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുത്തനെ എന്താ പറയുക, ഒന്നും അറിയാൻ മേലാത്തൊരുത്തനെ പിടിച്ച് അകത്തോടെ ഇന്നത്തെ കാലത്തെ നിയമത്തിന് ഒരു പാടുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ജസ്റ്റ് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. നാളെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് വരുന്ന കേസ്, നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കേസിലൊന്നും ജാമ്യം പോലും കിട്ടത്തില്ല. നമ്മൾ നാട്ടുകാർ വലിച്ചു കീറി ഇങ്ങനെ ഈ ചാനലുകാരൊക്കെ എന്താ പറയുക, അവനങ്ങനത്തെ മറ്റവനാന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് വലിച്ചു കീറി ഒട്ടിച്ചു വെക്കും. പക്ഷേ അവൻ്റെ ജീവിതവും പോകും അതോടുകൂടി. തിരിച്ചറിഞ്ഞു കഴിഞ്ഞത് തെളിഞ്ഞു കഴിയുമ്പോൾ ഒരു മനുഷ്യനും കാണുകയില്ല. ചിലപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് തപ്പിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല എവിടെ കൊണ്ട് വെക്കുന്നതെന്ന്. കാരണം വണ്ടിയുണ്ട്, വണ്ടിയുടെ ഇടയിൽ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടി കിടക്കുന്ന ഷെഡിൻ്റെ അവിടെയാണ് പോകേണ്ടത്, അങ്ങോട്ടാണ് പോയത്. വണ്ടി അവിടെ വരെ വന്നുള്ളൂ. പിന്നെ അവിടെ ഇവിടെ കുഴൽ കണ്ടറുണ്ട്. മനുഷ്യരല്ല എന്ത് നെറിയിടും ഇന്നത്തെ കാലത്ത് കാണിക്കും ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തെളിവായിട്ട് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഇത് എന്തോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇത് കണ്ടുപിടിക്കാനുള്ളൊരു ജസ്റ്റ് മണമില്ലട കേട്ടോ, അടിപൊളിയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. സ്കൂട്ടിയായിരുന്നു. നമുക്ക് ആളെ മനസ്സിലായില്ല, നമ്പർ മനസ്സിലായില്ല. സമയം 10:27 കറണ്ട് പോയത്. കാരണം ഞാനത് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണം 10:30 ആ സ്കൂട്ടി തിരിച്ചു പോയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഫോൺ നോക്കി സമയം 10:31. വന്നിട്ട് 2-3 മിനിറ്റ് ആയുള്ളൂ കറണ്ട് പോയിട്ട്. അപ്പോൾ ഞാൻ കൊച്ചുകൂടി കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. PM ആവട്ടെ, രാത്രി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നാളെ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. ഇത് ഞാനിപ്പോഴും എന്തായാലും ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു കരുതൽ. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ 4 പാടും ശ്രദ്ധയുള്ളവരായിരിക്കണം. എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്നല്ല, നമ്മൾ പോലും അറിയാതെ ചതിക്കുഴികൾ നമ്മളെ തേടിയുണ്ടാവരും. നമ്മൾ പോലും സ്വപ്നത്തെ പ്രതീക്ഷിക്കാത്ത ഓരോ കുരുക്കുകളിലേക്ക് നമ്മളെ കൊണ്ടിടും. ഒരുത്തൻ്റെ അവസാനം കാണാൻ അല്ലെങ്കിൽ ഒരുത്തൻ്റെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ
നമ്മൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി കൂടി ഇരിക്കുകയാണെങ്കിൽ ആരും നമ്മളെ ചുറഞ്ഞുകൊണ്ട് വരത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നത് പലർക്കും അസഹിഷ്ണുത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറിയാവോ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. വർഷങ്ങളായിട്ട് നമ്മളെ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ അറിയാം. നമ്മളൊരു എന്താ പറയുക, ഒരാൾക്കും ഒരു ദ്രോഹമോ ഒരു രീതിയിലും ഒന്നും, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോലും അനാവശ്യമായിട്ട് പുറത്ത് പോകുന്ന കൂട്ടത്തിലേ അല്ല. ഞാൻ പുറത്ത് പോയാൽ പോലും ഇടവും പോലെ ഇവരും കാണും, പിള്ളേരും അല്ലെ അവളോ ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ എപ്പോഴും വീടുമായിട്ട് ചുറ്റും ആ ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വേറെ പുറലോകമായിട്ട് അധികം ബന്ധങ്ങൾ ഒരുപാടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ ഇതൊക്കെ വന്നാൽ പിന്നെ കുറേ പേരെ അതിനുള്ള ആവശ്യമൊക്കെ വിളിക്കുന്നു, അവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഓവറായിട്ടില്ല കേട്ടോ, അതൊരു തുടക്കമാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടും അവനെ അങ്ങനെ വളർന്നു പോയാൽ ശരിയാകില്ല, അവനെ ഒന്ന് ഒതുക്കണം, അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടും ആരും എന്തും നെറുകേടും കാണിക്കാൻ മടിക്കുകയല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഈ നമ്മുടെ മുന്നേ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നാളെ, അല്ലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സിലും എന്തായിരിക്കും അവൻ്റെ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുന്ന അവിടെ അപ്പുറ സൈഡിൽ നിന്ന് അവൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവൾ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അവിടെ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും കൊച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങിപ്പോയി ജസ്റ്റ് നോക്കിയത്. വീഡിയോ എഡിറ്റ് ചെയ്യില്ല, കൊച്ചിനെ ഉറക്കുന്നു. ഈ പെണ്ണെ അവിടെ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുന്നതുകൊണ്ട് അപ്പുറം പോയി ഇരിക്കൊണ്ട് മമ്മി ഉറങ്ങിയിട്ടുണ്ടാവില്ല, കിടന്നു. മമ്മി ഇറങ്ങി വന്നിട്ടില്ല, വണ്ടി വന്ന് പോയത്. വണ്ടി വന്ന് പോകുന്നത് പാസ് ചെയ്യുന്ന പറയും. പക്ഷേ ഇങ്ങോട്ട് വന്ന വണ്ടി ലൈറ്റ് ഇട്ടിട്ടില്ല. അതാണ് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഡൗട്ട് അടിച്ചത്. ഇപ്പോഴെൻ്റെ മനസ്സിലാക്കി. ഇങ്ങോട്ട് വന്നാൽ ആ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ വന്നുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ ആ വണ്ടി ബ്രേക്ക് മാത്രമേ ചവിട്ടുള്ളൂ. അതാണ് കൃത്യം കട്ടണ കിടപ്പുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് ഈ ബ്രേക്ക് ലൈറ്റ് മിന്നി, ലൈറ്റ് പോയ സമയത്ത് വെട്ടമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അത് ക്ലിക്കാവും, ശരിയാണ്, കറക്റ്റ്. ഇത് കണ്ടോ, ഈ ഒരു ചുമല വെട്ടം മാത്രം ഇത് ഗ്ലാസ്സിലടിച്ചു. ഗ്ലാസ്സിലല്ലേ വിരിയെ കൂടെ കാണാൻ പറ്റും. പെട്ടെന്ന് ഇത് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ആ വെട്ടം അവിടെ നിന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതേലടിച്ചിട്ട് ഈ ഗ്ലാസ്സിലടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്താണെന്ന് വിചാരിച്ച്. ശരിയാണ്. അപ്പോൾ അതിനകത്ത് 100% എന്തോ ഉണ്ട്, 100% ഉടായ്പ നടക്കുന്നുണ്ട്. കൃത്യം ഇവിടം വരെ വന്നു, ആ സമയത്ത് കറണ്ട് പോവുക, കൃത്യസമയത്ത് വണ്ടി തിരിച്ചു പോവുക, കൃത്യം കറണ്ട് വരിക. അതിനുശേഷം ഒന്നും കൂടെ കറണ്ട് പോയി. കാര്യം കറണ്ട് പോകുന്നുണ്ടായിരുന്നു വൈകുന്നേരം, ഇന്ന് കുറേ സമയമായിട്ട് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. കണ്ടോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ കറണ്ട് വന്നു, ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഉമ്മ. ശരിയാണ് ഇത്. ഓക്കെ, അതുപോലെ ആ വണ്ടി പോയ പുറകെ ഞാൻ ഇറങ്ങി നോക്കി പറഞ്ഞ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വണ്ടി പോയെന്നേ ആഡ് ചെയ്യുന്നുണ്ട്. പാമ്പൂരി പോകുന്നു. അപ്പം നമുക്ക് പുറത്തൊന്നും പറ്റിയില്ലടാ. ആരോ ഇവിടെ വന്നിട്ട് പോയോ ഇതൊരു സംശയം ആദ്യക്കൂട്ടാ. ബൈക്കല്ലടാ കാക്കരേ, കോൾക്കിണർ അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഒരു വീഡിയോ എടുത്താണ് ഇപ്പോൾ. ഇവിടെ ആരോ ഒരു സ്കൂട്ടിയിൽ വന്ന് പോകുന്നതായിട്ട് അപ്പം കണ്ടു. കൊച്ചിൻ്റെ ഈ വണ്ടി തെളിഞ്ഞതാണ് ആദ്യം അപ്പോൾ വിചാരിച്ച്. കറണ്ട് പോയപ്പം ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞില്ലേ ഇത് കൂട്ട്, ഇങ്ങനൊരു റെഡ് ലൈറ്റ് തെളിഞ്ഞായിരുന്നു. ഇതിങ്ങനെ റെഡ് ലൈറ്റ് തെളിയുന്ന കണ്ടു. പക്ഷെ അപ്പോൾ ആദ്യം വിചാരിച്ചു ഈ വണ്ടിയുടെ ലൈറ്റാണ് നമ്മുടെ ജനലിൽ കൂടെ കണ്ടതെന്ന്. പക്ഷേ അല്ല. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ സ്കൂട്ടിയുടെ ഒരു വണ്ടി, ചെറിയൊരു വണ്ടിയുടെ സൗണ്ട്, പെട്ടെന്ന് നോക്കി ഒരു സ്കൂട്ടി അങ്ങ് പാഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ബാക്കി കാണാൻ പറ്റിയില്ല, നമ്പർ കണ്ടില്ല. സ്കൂട്ടിയാണ്. സമയം ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു 10:31. 10:28 ആയപ്പോൾ വന്നു. 10:31 തിരിച്ചു പോയി. 3 മിനിറ്റ് കറണ്ടും ഇല്ലായിരുന്നു. ഇത് ചുമ്മാ എടുത്ത് വെക്കുന്ന കേട്ടോ. ബാ ചെറുപ്പം പോട്ടെ. ഇത് പിടിച്ചോ, വണ്ടി പിടിച്ചോ, കൊച്ചിൻ്റെ വണ്ടി പിടിച്ചോ. ബൈക്ക് വന്നേ. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. രാത്രിയിൽ ആരെങ്കിലും ഉടായ്പ കൊണ്ട് വന്നതാണോന്ന് പറയാൻ പറ്റുമോ?
രാത്രിയിൽ ആരെങ്കിലും ഉണ്ടോ? കറണ്ട് വീണ്ടും പോയില്ല ആയിക്കോട്ടെ. ചേര കാണത്തില്ലേ ഗേസ്, വീണ്ടും കറണ്ട് പോയി. ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് നോക്കി തിരിച്ചകത്ത് കയറിയപ്പോഴത്തേക്കും കറണ്ട് പോയി. ഞാൻ ആദ്യക്കൂട്ടനും കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിയില്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഞാൻ ജലൻ്റെ വീക്കമായി നോക്കിയത്. എന്തോ പാമ്പ് പോയി പോകണ്ട. അപ്പം നോക്കാം. ഒരു സ്കൂട്ടി വന്ന് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്ന കറണ്ട് പോവുകയും പതുക്കെ വന്ന് നിൽക്കുകയും പിന്നെ ശരിക്കുള്ള കറണ്ട് പോക്കാണോ ഉടായ്പ എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വീടെടുത്ത് ഇങ്ങനെ ഞങ്ങൾ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കി അന്നേരം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സംശയം തോന്നി ഈ വണ്ടി ഇവിടെ ഒന്നര വണ്ടി അവിടെ നിന്നു. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ കേട്ടോ. മനുഷ്യന് പാര വെക്കാൻ വേണ്ടി ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇല്ല കൂട്ടാ. ബാക്കി നമുക്ക് കിടക്കാം. അപ്പോൾ